തുടർച്ചയായ 4 എണ്ണൽ സംഖ്യകളുടെ തുക 186 സംഖ്യകൾ കാണുക. തുടർച്ചയായ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 4 നമ്പേഴ്സിൻ്റെ 4 എണ്ണൽ സംഖ്യകളുടെ സം നമുക്ക് കണ്ടെത്തുക 186. ആ സംഖ്യകൾ ഏതൊക്കെയാണ്? നമുക്കറിയാം എണ്ണൽ സംഖ്യകൾ പറയുമ്പോൾ ഒന്ന് കൂടി കൂടി വരും. 1 2 3 4 അല്ലേ, ഒന്ന് കൂടി കൂടി വരും. അപ്പോൾ നമുക്ക് ആദ്യത്തെ എണ്ണൽ സംഖ്യ എക്സ് എടുത്താൽ അടുത്ത എണ്ണൽ സംഖ്യ ഒന്ന് കൂട്ടി, അടുത്ത എണ്ണൽ സംഖ്യ ഒന്നും കൂടി കൂട്ടി, അടുത്ത എണ്ണൽ സംഖ്യ ഒന്നും കൂടി കൂട്ടി അല്ലേ. ആദ്യത്തെ എണ്ണൽ സംഖ്യ എക്സ് ആണെങ്കിൽ പിന്നെ അടുത്തത് ഒന്ന് കൂട്ടി, അടുത്തത് അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടി, അടുത്തത് അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടി. ഇതാണ്. അപ്പോൾ നമുക്ക് 4 എണ്ണൽ സംഖ്യകൾ ഇതാണെന്ന് കരുതുക. 4 എണ്ണൽ സംഖ്യകൾ ഇതാണെന്ന് കരുതുക. നമുക്ക് ഇതിൻ്റെ തുക അപ്പോൾ എല്ലാം കൂടി കൂട്ടുക. കൂട്ടണം 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 കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് എത്രയാണ്? 186. ഇനി ഇവിടെ കൂട്ടുക. നമുക്ക് ഇടതുവശം കൂട്ടുക. എന്തൊക്കെയാണ്? ഒരു എക്സ് ഒരു എക്സ് ഒരു എക്സ് ഒരു എക്സ്, ഒന്നും ഒന്നും 2 1 3 1 4 എക്സ്. എക്സുകൾ കൂട്ടി 1 1 2 1 3 4 എക്സ്. സംഖ്യകളോ 1 2 3 3 6 പ്ലസ് 6. അപ്പോൾ അത് കൂട്ടി 4 എക്സ് പ്ലസ് 6 സമം വലതുവശത്ത് 186 പ്ലസ് 6 അങ്ങോട്ട് എടുക്കുക. പ്ലസ് 6 അങ്ങോട്ട് എടുക്കുമ്പോൾ കുറയ്ക്കണം 6 എന്നാവും. അപ്പോൾ 4 എക്സ് സമം ഇവിടെ എന്തുണ്ട്? 186. ഇത് പ്ലസ് 6 മൈനസ് 6. 4 എക്സ് സമം കുറയ്ക്കുമ്പോൾ 180. 4 ഇൻറ്റു എക്സ് സമം 180. ഇൻറ്റു 4 അങ്ങോട്ട് എടുക്കുമ്പോൾ ബൈ 4 ആവും അല്ലേ. ഇൻറ്റു 4 അങ്ങോട്ട് എടുക്കുമ്പോൾ ബൈ 4. അപ്പോൾ എക്സ് സമം 180 ബൈ 4 ഹരിച്ച 45 എന്ന് കിട്ടും. എന്ത്? എക്സ്. അതായത് ആദ്യത്തെ എണ്ണൽ സംഖ്യ നമുക്ക് കിട്ടിയ എത്രയാണ്? 45. അടുത്ത എണ്ണൽ സംഖ്യ 46, അടുത്തത് 47, അടുത്തത് 48. അപ്പോൾ ഇങ്ങനൊരു കണക്ക് വന്നാൽ ചെയ്യാനുള്ള എളുപ്പ വഴി ഇങ്ങനെ ഏത് തുടർച്ചയായ 4 ഇത് മാറരുത് കേട്ടോ. 4 എണ്ണൽ സംഖ്യകൾ തന്നെ ആവണം. തുക നമുക്ക് തന്നാൽ സംഖ്യകൾ എങ്ങനെ കാണുക? ഈ തുക ഉണ്ടല്ലോ അതിൽ നിന്ന് 6 കുറയ്ക്കുക. നമ്മളതല്ലേ ചെയ്ത് തുകയിൽ നിന്ന് 6 കുറയ്ക്കുക. ആ കിട്ടുന്ന ഉത്തരത്തെ 4 കൊണ്ട് ഹരിക്കുക. തുകയിൽ നിന്ന് 6 കുറയ്ക്കുക. ആ കിട്ടുന്ന ഉത്തരത്തിനെ 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും.